അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മിഅ്റാജ് നോമ്പ് അനുഷ്ഠിച്ച ഒരു വ്യക്തി യൗമൽ ഖിയാമത്തിൽ മൈദാനെ ഹശറിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കണക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം പെടുന്ന ഒരു പെടാപാടിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ എൻ്റെ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഅ്റാജ് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ആഹ്വാനം എവിടെ നിന്ന് കിട്ടി എന്ന് അവർ പ്രത്യേകം മനസ്സിലാക്കുകയും അന്വേഷിച്ചറിയുകയും നിർബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് തന്നിട്ടുള്ള നിർദ്ദേശം എന്തെന്നാൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഹേ സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയണം. അറിയാതെ നിങ്ങളൊരു ജനതയ്ക്ക് ആപത്ത് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ കുറ്റക്കാരായി തീരാതിരിക്കാൻ വേണ്ടിയും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മുൻപ് ഇത് ഞാൻ എന്തിനനുഷ്ഠിക്കുന്നു, ഇത് ഇസ്ലാം ശരീഅത്തിൽ അത് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ആരാണ് ഇത് അനുഷ്ഠിക്കാനുള്ള ആഹ്വാനം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റംളാനിലെ നോമ്പ്, അല്ലാഹു തആല നമുക്ക് റംളാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആനിൽ കൂടെ വിവരിച്ചു തന്നു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛിക നോമ്പായിട്ടുള്ള തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. അതിന് നമ്മുടെ അടുത്ത് തെളിവുകളുണ്ട്, നമ്മളും അത് ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസത്തിൻ്റെയും 13, 14, 15 തീയതികളിൽ അയ്യാമെ ബിഅദ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 നോമ്പുകൾ അനുഷ്ഠിക്കുമായിരുന്നു. അശൂറ, മുഹറത്തിൻ്റെ 9, 10 അല്ലെങ്കിൽ 10, 11, അറഫ നോമ്പ്, അതുപോലെ തന്നെ ദുൽഹജ്ജിൻ്റെ 1 മുതൽ 9 വരെയുള്ള നോമ്പ്, ഇങ്ങനെ തുടങ്ങിയ നോമ്പുകൾക്കെല്ലാം തന്നെ ശരീഅത്തിൽ തെളിവുകളുണ്ട്, ഹദീസിൽ നിന്ന് നമുക്ക് കാണാം. എന്നാൽ റജബ് നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ അത് ചെയ്ത് കാണിച്ചിട്ടില്ല. അത് ചെയ്യാനുള്ള ഹുക്കും ഉത്തരവും നമ്മളുടെ കയ്യിലില്ല. ശരീഅത്തിൽ അതിനെക്കുറിച്ചിട്ട് ഒന്നും പ്രതിപാദിച്ചിട്ടുമില്ല, ഹദീസുകളിലുമില്ല. പിന്നെ നമ്മൾ എന്തിന് ഈ നോമ്പ് നോക്കുന്നു എന്നുള്ളത് നോമ്പ് നോക്കുന്നവർ അന്വേഷിച്ചറിയണം. ഞാൻ നേരത്തെ ഓതിയ ഖുർആന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ഇനി ഇസ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന്, മക്കത്തെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലുള്ള പള്ളിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോയതിനെയാണ് ഇസ്രാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് അതേ രാത്രി തന്നെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് 7ാം ആകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുപോയതിനെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ മിഅ്റാജ് നടന്നത് റജബ് 27 എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് കൃത്യമായ തെളിവുകളൊന്നുമില്ല. ഈ ഡേറ്റിന് വ്യത്യസ്തമായ ഡേറ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ റജബ് 27 മിഅ്റാജ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ റജബ് 27 വരുമ്പോൾ ഒരു വാർഷികം സംഭവിക്കുകയാണ്, ഒരു ആനിവേഴ്സറി സംഭവിക്കുകയാണ്, ഒരു ആണ്ട് സംഭവിക്കുകയാണ്. ഇതിനെ ബഹുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു ആഘോഷമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നു. ഈ നോമ്പിന് എന്താണ് അടിസ്ഥാനം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ യൗമൽ ഖിയാമത്തിൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അള്ളാഹു ചോദ്യം ചെയ്യും. പ്രവാചകന്മാരെ പോലും അന്ത്യദിനത്തിൽ അള്ളാഹു വിടുകയില്ല. അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ മുമ്പിൽ വെച്ച്, പബ്ലിക്കായിട്ട് കോടാനുകോടി ജനങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് പ്രവാചകന്മാരെയും ചോദ്യം ചെയ്യും. ഓരോ മഖ്ലൂക്കിനെയും, ഓരോ മനുഷ്യന്മാരെയും അള്ളാഹു ചോദ്യം ചെയ്യും. അതിൻ്റെ തെളിവ് നമ്മൾക്ക് സൂറ അൽ മാഇദ 116-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഈസ ബിൻ മറിയമിനോട്, ഈസ അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിക്കുകയാണ്, ഇത് ഖാല അല്ലാഹു യാ ഈസ ബിൻ മറിയമ അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. യാ ഈസ ബിൻ മറിയം, മറിയമിൻ്റെ മകനായിട്ടുള്ള ഈസ, എന്നെ കൂടാതെ, അതായത് അള്ളാഹുവിനെ കൂടാതെ നിന്നെയും നിന്റെ ഉമ്മയെയും 2 ഇലാഹായിട്ട് ആരാധിക്കണം എന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ? എന്നാൽ അള്ളാഹുവിനെ അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ചിട്ട് പറയുന്നത് അസിറു ഖൗലക്കും ഔ ജ്ഹറു ഇന്നഹു അലീമും ബിദാത്തി സുദൂർ.
നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുക. വസിറോ കൗലക്കും അവജിഹറോ, അതെല്ലാം നിങ്ങൾ അതിനെ തുറന്നു പറയുക. രണ്ടായി കഴിഞ്ഞാലും ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് എന്താണെന്ന് അള്ളാഹുവിന് അറിയാം. അപ്പോൾ ഈസബിന് അറിയാം, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിന് അറിയില്ലേ? പക്ഷേ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ജനങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഈസബിൻ മറിയമിനോട് ചോദിക്കുന്നത്, നീ എന്തിനിങ്ങനെ പറഞ്ഞു എന്നുള്ളത്? കാരണം ഈസബിൻ മറിയം അത്തരത്തിൽ പറഞ്ഞു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഉമ്മയെയും ഇലാഹായിട്ട് എടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതായി ജനങ്ങൾ പറയുകയും അതൊരു പുസ്തകത്തിൽ എഴുതി വെക്കുകയും ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇന്നും കോടാനുകോടി ജനങ്ങൾ അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള കളവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ നാവ് അവരുടെ അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ദിനം വരാനിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, പ്രവാചകന്മാരെ പോലും അള്ളാഹു വിടുകയില്ല. അതുകൂടാതെ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതിൻ്റെ സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ആ സാമ്പിൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നൊരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നു, വിശന്നിരിക്കുകയായിരുന്നു, എനിക്ക് നീ ഭക്ഷണം തന്നില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ പറയുകയാണ്, യാ അള്ളാഹ്, അള്ളാഹ്ക്ക് പട്ടിണിയോ അള്ളാഹ്ക്ക് വിശപ്പോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നാലിന്ന സ്ഥലത്ത് എൻ്റെ ഒരു അടിമ പട്ടിണിയിലായിരുന്നു, വിശപ്പിലായിരുന്നു, നീ അവിടെ പോയില്ല, നീ അവനെ അറിയും, പക്ഷെ നീ അവിടെ പോയില്ല, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ല. നീ അവിടെ പോയിരുന്നെങ്കിൽ, നീ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു. അതേപോലെ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, ഞാൻ സുഖമില്ലാതിരിക്കുകയായിരുന്നു, എനിക്ക് നീ മരുന്ന് തന്നില്ല, അയ്യാദത്ത് ചികിത്സ നൽകിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നു, അള്ളാഹുവിന് സുഖമില്ലാതാവുകയോ? അപ്പോൾ പറയുന്നു, ഇന്നാലിൻ്റെ സ്ഥലത്ത് ഇതുപോലെ തന്നെ എൻ്റെ ഒരു അടിമ സുഖമില്ലാതിരുന്നിരുന്നു, നീ അവിടെ പോയില്ല എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമൽ ഖിയാമത്തിൽ നമ്മളെയൊക്കെ ചോദ്യം ചെയ്യുക എന്നുള്ളതിൻ്റെ സാമ്പിൾ വരെ നമുക്ക് തന്നിട്ടുണ്ട്. ആ സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, ഈ റജബ് മാസത്തെ നോമ്പ് നോറ്റ് പോയിട്ടുള്ള ഒരു വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എന്താണ് നിന്റെ കണക്കിനകത്ത് ഒരു പ്രത്യേക നോമ്പൊക്കെ കാണുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പറയും, അള്ളാഹുവേ, ഞങ്ങൾ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള റജബിലെ നോമ്പാണിത്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും അതിനെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് 11 ചില്ലാനം മണിക്കൂർ ഞങ്ങൾ പട്ടിണി കിടന്നു അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മളോട് തിരിച്ചു ചോദിക്കും, ഇത് നിങ്ങളോട് ആര് പറഞ്ഞു? അവിടെ നമ്മൾ കുടുങ്ങിപ്പോകും. നമുക്കതിന് മറുപടി കൊടുക്കണം. സംസാറുൽ ഹക്ക് പറഞ്ഞെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ AP കാന്തപുരം ഉസ്താദ് പറഞ്ഞെന്നോ, ജിഫ്രി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതോ അല്ല. ഈ നോമ്പിൻ്റെ കണ്ടുപിടുത്തക്കാരൻ ആരാണ് എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് റജബിലെ നോമ്പ് അനുഷ്ഠിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുവിൻ ആരാണ് ഈ നോമ്പ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിറാജിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 വർഷം 2 വർഷത്തോളം ഏകദേശം മക്കത്ത് വീണ്ടും അവിടെ ജീവിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു വാർഷികം നടന്നിരിക്കുന്നു മക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർഷികം കൊണ്ടാടിയിട്ടില്ല. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്നതിന് ശേഷം 13 വർഷം ജീവിച്ചു. ആ 13 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മിഅ്റാജിന്റെ ആഘോഷം അല്ലെങ്കിൽ മിഅ്റാജിന്റെ ഇബാദത്ത്, അതിന്റെ വാർഷികം റജബ് 27 കൊണ്ടാടിയിട്ടില്ല. വരൂ സഹാബിമാരെ, നമുക്ക് ഈ ദിവസം, ഞാൻ മിഅ്റാജ് പോയ ദിവസമാണ്, നമുക്ക് ഇതിനെ ഒന്നൊരു നോമ്പ് പിടിച്ച് ആഘോഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ നമസ്കാരങ്ങൾ ഇബാദത്ത് ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സഹാബിമാരും ചെയ്തിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സഹാബിമാർ ചെയ്തിട്ടില്ല, പിന്നെ നീ ചെയ്തത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു തിരിച്ചിങ്ങനെ ചോദിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റസ്ഥാലത്ത് ദൗത്യം പൂർത്തിയാക്കാതെയാണോ പോയിരിക്കുന്നത്? റജബിലെ നോമ്പ് അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിലേക്ക് അടുക്കാനും സ്വർഗം നേടാനും പറ്റുന്ന ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പൂഴ്ത്തിവെക്കുകയും നിങ്ങളോട് പറഞ്ഞു തരാതിരിക്കുകയും ചെയ്തു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതും അള്ളാഹുവിനോട് അടുക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മളോട് വെട്ടിലായി പോവും. ഈ സംഭവം അതാണല്ലോ അതിൻ്റെ അർത്ഥം വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തതും പഠിപ്പിക്കാത്തതുമായ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള റസാലത്തിൽ കുറേയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂടി വെച്ചു, പൂഴ്ത്തി വെച്ചു, മുഴുവനാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി കളഞ്ഞു എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ് ഈ റജബിലെ നോമ്പ് നിങ്ങൾ നോക്കുന്നത് കൊണ്ട്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിലൊരു ആയത്ത് ഓതി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കിത് മനസ്സിലാക്കാൻ കഴിവില്ല, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിവില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതും വളരെ കൃത്യമായിട്ട് ഹദീസിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ. ഈ സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹദീസ് വായിച്ച് മനസ്സിലാക്കുക. ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ. അപ്പോൾ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഇനി നിങ്ങൾ റജബ് നോമ്പിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഒരുപാട് പണ്ഡിതന്മാർ അതിൻ്റെ മേന്മകളെക്കുറിച്ച് പറയുന്നു. അത് നിങ്ങൾ നോമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രയോജനങ്ങളുണ്ടാവും, ബർക്കത്തുകളുണ്ടാവും, ദുനിയാവിൽ വിജയിക്കും, ആഖിറത്തിൽ വിജയിക്കും എന്ന് പറയുന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, ഇത് ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ല എന്ന് ആ സംസാരത്തെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭാഷണങ്ങളും പ്രസംഗങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം എന്തായി സംഭവം? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംശയാസ്പദമായ കാര്യമായി ഒരുപാട് ആളുകൾ ശരിയെന്ന് പറയുന്നു, ഒരുപാട് ആളുകൾ തെറ്റെന്ന് പറയുന്നു. അപ്പോൾ ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ട ചുറ്റുപാടും തന്നു കഴിഞ്ഞാൽ തർക്കിക്കാൻ പോകാതിരിക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്. ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയാസ്പദമായ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ തർക്കിക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച നോമ്പ് നോക്കുക, വ്യാഴാഴ്ച നോമ്പ് നോക്കുക, മാസത്തിൽ അതിൻ്റെ ഒപ്പം 13, 14, 15 തീയതികളിൽ അയ്യാമബിയായിട്ട് നിങ്ങൾ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉത്തരവിനെ എടുത്തുകൊണ്ട് ചുരുങ്ങിയ പക്ഷം തിങ്കളാഴ്ചയെങ്കിലും ഒരു നോമ്പെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അന്നത്തെ ദിവസം നോമ്പുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഈ മിഅ്റാജ് നോമ്പ് കൊല്ലത്തിലൊരു പ്രാവശ്യം അതിനൊരു ആഘോഷമായി കൊണ്ട് നടക്കുന്നതിന് പകരം ചുരുങ്ങിയ പക്ഷം വ്യാഴവും തിങ്കളും നിങ്ങൾ നോമ്പെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് തിങ്കളാഴ്ചയെങ്കിലും നബിനെ സ്നേഹിക്കുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിങ്കളാഴ്ചയെങ്കിലും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് സത്യം സത്യമായി കണ്ടെത്താനും അതിൽ ഉറച്ചു നിൽക്കാനും തെറ്റായി കണ്ടെത്താനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.